നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. ഹോട്ട്സ്റ്റാറിൻ്റെ നെക്സ്റ്റ് മലയാളം ഒറിജിനൽ വെബ് സീരീസാണ്. ഇതൊരു കോമഡി ജോണിൽ വരുന്ന സീരീസാണ്. 30 മിനിറ്റുള്ള 6 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. മൊത്തം ഒരു 3 മണിക്കൂർ 10 മിനിറ്റ് ആ ഒരു റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. നിതിൻ രഞ്ജിപ്പണിക്കറാണ് ഇതിൻ്റെ സംവിധായകൻ. കാവൽ, കസബ തുടങ്ങിയ സിനിമകളിൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു കട്ടയ്ക്കുള്ളൊരു ട്രാക്ക് മാറ്റിലാണ്. കാരണം ഇതൊരു കോമഡി മെയിനായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പുള്ളി ജോണർ ഷിഫ്റ്റ് ചെയ്തത്. നാഗേന്ദ്രനായിട്ട് സുരാജാണ് അഭിനയിച്ചിട്ടുള്ളത്. സുരാജിനെ കൂടാതെ തന്നെ പ്രശാന്ത് അലക്സാണ്ടർ, കലാഭവൻ ഷാജോൺ തുടങ്ങി നമുക്കറിയാവുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. 5 ഭാര്യമാരാണ് ഇതിൽ നാഗേന്ദ്രനുള്ളത്. 5ഉം മലയാളത്തിലെ അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ്. ശ്വേത മേനോൻ, ഗ്രേസ് ആൻ്റണി, നിരഞ്ജന അനൂപ്, കനി കുസൃതി, പിന്നെ എനിക്ക് പേരറിയില്ല, പക്ഷേ ശിക്കാരി ശംഭു തുടങ്ങിയ സിനിമകൾ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു കുട്ടിയുണ്ട്. പേരറിയില്ല. അപ്പം ഇവരിത്രയും പേരാണ് ഹീറോയിൻസായിട്ട് വരുന്നത്. നല്ല കൺസെപ്റ്റും ഇത്ര അടിപൊളി ആർട്ടിസ്റ്റുകളും ഉണ്ടായിട്ടും ലേസി റൈറ്റിങ്ങും അതുപോലെ തന്നെ മേക്കിങ്ങും, അതായത് ഹോട്ട്സ്റ്റാറിൻ്റെ ഇത് കിട്ടി, അപ്രൂവൽ കിട്ടി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സീരീസ് ചെയ്യാം, ചുമ്മാ OTT അല്ലേ, ചെറുതായിട്ട് ചെയ്താലും മതി എന്നുള്ള രീതിയിൽ തട്ടിക്കൂട്ടി ചെയ്തൊരു വെബ് സീരീസ് ആയിട്ടാണ്. അതിലിപ്പോൾ മേക്കിംഗ് മാത്രമല്ല, എഴുത്തും ഒക്കെ. ഒരു വെബ് സീരീസ് ആക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് 3 മണിക്കൂർ തികച്ച് 6 എപ്പിസോഡ് തികച്ച് അങ്ങനെ പോകുന്ന കുറേ ലെങ്ത്, ഇങ്ങനെ ഓരോ എപ്പിസോഡ് 30 മിനിറ്റ് പോലും ഇല്ല, കുറേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുക. നമുക്കൊരു 10 മിനിറ്റ് വെച്ച് ഓരോ എപ്പിസോഡിലും കളയാൻ പറ്റും, അതിനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുമില്ലാതെ ചുമ്മാ ഒരു സീരീസ് ചെയ്യാൻ ഹോട്ട്സ്റ്റാർ ഓക്കെ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്ത്, അപ്പോൾ ഹോട്ട്സ്റ്റാറിനും അത് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം അവർ ഒട്ടും പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴാണ് ഹോട്ട്സ്റ്റാറിൽ ഇത് ഇറങ്ങിയെന്ന് അറിഞ്ഞത്. കാരണം മിക്കവരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു സീരീസ് ഇറങ്ങുന്ന കാര്യം. അപ്പം ഹോട്ട്സ്റ്റാറും ഒട്ടും പ്രൊമോഷൻ ചെയ്തിട്ടില്ല, സാധാരണ അവരങ്ങനെ അല്ല. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ 6 എപ്പിസോഡുണ്ട്. എപ്പിസോഡ് 1 ഇതിൻ്റെ ഒരു സുരാജിനെയും പിന്നെ ഒരു വേൾഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എപ്പിസോഡ് 2 നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രേസ് ആൻ്റണിയും സുരാജും കൂടെ ഉള്ളത് രസമുണ്ടായിരുന്നു. പിന്നെ എപ്പിസോഡ് 3ഉം 4ഉം രണ്ടും ശോകമൂകമായിരുന്നു. എപ്പിസോഡ് 5 കനി കുസൃതിയുള്ള എപ്പിസോഡ് രസമുണ്ടായിരുന്നു, അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എപ്പിസോഡ് 6 ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇങ്ങനെ പോകുന്ന ലാസ്റ്റ് എപ്പിസോഡാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ ഒരു ട്വിസ്റ്റും പിന്നെ എൻഡിങ് ഒരു പോർഷനും ഒക്കെ എനിക്ക് നന്നായിട്ട് ഉള്ളതിൽ ഭേദം, നന്നായിട്ടെന്ന് പറയാനാണെങ്കിൽ അതുവരെ ഒന്നും ഇല്ലാത്തൊരു സീരീസ് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത ഒരെണ്ണം കാണുമ്പോൾ ഇത് കൊള്ളാം എന്ന് ഒരു ഫീൽ കിട്ടിയതാണ്. അങ്ങനത്തെ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ടെക്നിക്കലി അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ എടുക്കുന്ന പോലത്തെ ഒരു ലാഘവത്തിൽ എടുത്തതാണ്. മിനിമൽ ഷോട്ട്സ്, വളരെ മിനിമൽ ഷോട്ട്സിൽ സ്ട്രെയിറ്റ് കഥ പറഞ്ഞു പോകുന്ന, ഒരു രീതിയിലും മറ്റേ എറിച്ച് നിൽക്കാത്ത, വളരെ ഒരു ആവറേജ് അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആണ് എന്നെ സംബന്ധിച്ച് ഈ സീരീസ്. നിതിൻ രഞ്ജിപ്പണിക്കർ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന അടിപൊളി ഒരു ഔട്ട് ഇറക്കായിരുന്നു. കാരണം ഇത്രയും കിടിലൻ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് റേറ്റിംഗ് ഒന്നുമില്ല, സീരീസിനൊന്നും റേറ്റിംഗ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല.